നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മുൻ ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോബിൻ രാധാകൃഷ്ണനെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പിൽ ആരതി പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും ചർച്ചയായി മാറിയിരുന്നു. ഇത് അബിലും റോബിനും തമ്മിലുള്ള പ്രശ്നമാണെന്നും അത് അവർ തന്നെ സ്വയം പരിഹരിക്കണമെന്നും ആരതി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തന്റെയും തന്റെ ബ്രാൻഡിനെയോ വിഷയത്തിൽ വലിച്ചിഴക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. കണ്ടന്റ് ക്രിയേറ്റർ വേദലക്ഷ്മി, ഫാഷൻ ഡിസൈനർ അബിൽ ദേവ് എന്നിവരാണ് റോബിനെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതി നൽകിയിട്ടുള്ളത്. വേദലക്ഷ്മിക്ക് 8 ലക്ഷം രൂപയും അബിൽ ദേവിന് 40 ലക്ഷം രൂപയും വീതം റോബിൻ നൽകാനുണ്ട് എന്നാണ് പെരുമ്പാവൂർ പോലീസ് നൽകിയിരിക്കുന്ന പരാതി. തങ്ങളെ ഹണി ട്രാപ്പിൽ പെടുത്തുമെന്ന് റോബിൻ ഭീഷണിപ്പെടുത്തിയെന്നും ഇരുവരും വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇൻസ്റ്റ പോസ്റ്റുമായി ആരതി പൊടിയും രംഗത്ത് എത്തിയത്. ഇപ്പോഴിതാ ആരതിയെക്കുറിച്ച് ഫേസ്ബുക്ക് യൂസറായ റഫീല നിസാർ അഹമ്മദ് പങ്കുവച്ച കുറിപ്പുകളാണ് ശ്രദ്ധ നേടുന്നത്. സ്വന്തമായി ജോലി ചെയ്യുവാൻ മടിയുള്ള വ്യക്തിക്കൊപ്പമുള്ള ജീവിതം ടാസ്ക് ആണെന്നും മറ്റുള്ളവരുടെ സാമ്പത്തിക ബാധ്യതകളുടെ പങ്കാളിയുടെ ഉത്തരവാദിത്തമില്ലായ്മയും അടിച്ചേൽപ്പിക്കപ്പെടുന്നത് കഷ്ടമാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് മേലെ മറ്റുള്ളവരുടെ സാമ്പത്തിക ബാധ്യതകളും പങ്കാളിയുടെ ഉത്തരവാദിത്തമില്ലായ്മയും അടിച്ചേൽപ്പിക്കപ്പെടുന്നത് കഷ്ടമാണ്. ചെറുപ്പത്തിൽ തന്നെ ആരാലും ശ്രദ്ധിക്കപ്പെടുന്ന വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് സ്വന്തം കാലിൽ അഭിമാനത്തോടെ ജീവിക്കുന്ന പെൺകുട്ടിയാണ് ആരതി. കഠിനാധ്വാനം കൊണ്ട് സ്വന്തമായി സാമ്രാജ്യം പടുത്തുയർത്തിയ പെൺകരുത്ത്. കോയമ്പത്തൂരിൽ നിന്ന് BSc ഫാഷൻ ടെക്നോളജി പൂർത്തിയാക്കി ഫാഷൻ ലോകത്ത് ചൂടുവെച്ച ആരതി ഇന്ന് വെറും ഒരു ഡിസൈനർ മാത്രമല്ല, കോടികൾ വിലമതിക്കുന്ന പൊടീസ് എന്ന സ്വന്തം സ്ഥാപനത്തിന്റെ അമരക്കാരി കൂടിയാണ്. ഡിസൈനർ, സംരംഭക, മോഡൽ, നടി എന്നിങ്ങനെ തൊട്ടതൊക്കെ പൊന്നാക്കിയ 29കാരി. തമിഴിലും തെലുങ്കിലുമായി അഭിനയ രംഗത്തും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരുടെയും തണലിലുമല്ല, ആരെയും കരുവാക്കിയുമല്ല. സ്വന്തം കഴിവും തളരാത്ത കഠിനാധ്വാനവും ഡെഡിക്കേഷനും കൊണ്ട് മാത്രം വിജയത്തിന്റെ കൊടുമുടി കയറിയ അപൂർവം ചിലരിൽ ഒരാളാണ് ആരതിയും. സ്വന്തം അധ്വാനം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു കാണിക്കുമെന്ന് തെളിയിച്ച ആരതിപ്പൊടി ഇന്നത്തെ കാലത്ത് ഓരോ പെൺകുട്ടികൾക്കും ഒരു വലിയ പ്രചോദനം തന്നെയാണ്. എല്ലാം കൊണ്ടും വിജയിച്ച പെൺകുട്ടി ലൈഫിൽ ഒരു മോശം തീരുമാനം എടുത്തു. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ അവൾ കൂടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. അന്ന് വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ച വാർത്തകൾക്ക് കീഴെ പലരും പറഞ്ഞത് അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യല്ലേ എന്നതായിരുന്നു. അത് എന്താണെന്ന് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലായി കാണും. സ്വന്തമായി ജോലി ചെയ്യുവാൻ മടിയുള്ള വ്യക്തിക്ക് ഒപ്പമുള്ള ജീവിതം ടാസ്ക് ആണ്. അന്നും ഇന്നും ദിൽഷ രക്ഷപ്പെട്ടു എന്നുമാണ് ആളുകൾ പറയുന്നത്. ജീവിതത്തിൽ ആർക്കും തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് തിരുത്തുവാൻ കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതമെങ്കിലും സമാധാനപരമായിരിക്കും എന്നുമായിരുന്നു കുറിപ്പ്. റോബിന് പണം കൈമാറും മുൻപെല്ലാം ആരതിയെ അറിയിച്ചിരുന്നു എന്നാണ് പരാതിക്കാരായ അബിൽ ദേവ് പറയുന്നത്. വിവാദത്തിൽ ആരതി കഴിഞ്ഞ ദിവസം പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തന്നെയോ തന്റെ ബ്രാൻഡിനെയോ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും പ്രശ്നം റോബിനും കുറ്റാരോപിതരും തമ്മിൽ തീർത്താൽ മതിയെന്നും ആരതി പൊടി തുറന്നു പറഞ്ഞിരുന്നു. ഭൂമി കുലുങ്ങിയുമ്പോഴും അടിപതറാതെ നിൽക്കുവാൻ അവൾ പഠിച്ചു. ഈശ്വരന്റെ കരങ്ങളിൽ അഭയം തേടി. ദേവീ ശക്തിയെ നെഞ്ചിലേറ്റിയയാൾ യഥാർത്ഥ ശക്തിയായ സ്ത്രീ എന്നും ആരതി പൊടി കുറിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വേദലക്ഷ്മി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആൾക്കാർ തമ്മിലുള്ള സൗഹൃദം കുറച്ചൊന്നും റോബിന് അറിയില്ല എന്നും നല്ലൊരു ഫ്രണ്ട്ഷിപ്പോ ഒരു സുഹൃത്തോ കൂട്ടുകാരനോ കൂട്ടുകോരിയോ റോബിന് ഇല്ല. ഭാര്യ ആരതിക്കുണ്ടായിരുന്ന സൗഹൃദങ്ങൾ വരെ റോബിൻ നശിപ്പിച്ചു. ഒന്നുകിൽ പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുകയില്ല, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിൽ നശിപ്പിക്കും. എല്ലാം മറ്റൊരു കണ്ണിലാണ് റോബിൻ കാണുന്നതെന്നും അവർ പറഞ്ഞിരുന്നു. അതേസമയം ആരതിയും റോബിനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പൊരിക്കൽ വന്ന വാർത്തകളും അതിന് റോബിൻ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അടുത്തിടെയായി അത്ര ആക്റ്റീവ് അല്ല ആരതി. ഇതോടെയായിരുന്നു ഇരുവരെയും പിരിഞ്ഞോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയത്. അന്ന് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം തന്നെ പൊടിയെക്കുറിച്ചും റോബിൻ സംസാരിക്കുകയുണ്ടായിരുന്നു. പൊടി വരാൻ ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കണ്ടേ, ഫുള്ള് ഇങ്ങനെ കൂടെ നടക്കണ്ടേ, വരേണ്ടതാണ്. എന്തായാലും ഞാൻ ഒരു ദിവസം വിളിക്കുന്നുണ്ട്. വരികയാണെങ്കിൽ വരട്ടെ. ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് ഒന്ന് കാണട്ടെ. അവള് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി എന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാറുണ്ട് എന്നായിരുന്നു അന്ന് റോബിൻ പറഞ്ഞത്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച റോബിൻ കേവലം സാമ്പത്തിക ലാഭം
ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ് പാർട്ടിയിൽ കയറിപ്പറ്റിയതെന്ന് ഗുരുതരമായ ആരോപണമാണ് വേദലക്ഷ്മി ഉന്നയിച്ചത്. ഇതിന് പുറമെ BJP പ്രവർത്തകരുടെയും പ്രാദേശിക നേതാക്കളെയും പറ്റി റോബിൻ നിഷേധാത്മകമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പും വാട്സാപ്പ് ഓഡിയോ ക്ലിപ്പും വേദലക്ഷ്മി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണെന്നും വരാനിരിക്കുന്ന വലിയ നിയമ പോരാട്ടങ്ങളെ നേരിടുവാൻ റോബിൻ തയ്യാറായിക്കൊള്ളണമെന്നും വേദലക്ഷ്മി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം മുഴുവനും തിരികെ നൽകിയ ശേഷമേ റോബിന് മറ്റുള്ളവരോട് സംസാരിക്കാവൂ എന്നും ഈ വിഷയത്തിൽ നിന്ന് ഇനി റോബിന് എളുപ്പത്തിൽ ഊരിപ്പോകുവാൻ സാധിക്കില്ല എന്നുമായിരുന്നു വേദ തുറന്നു പറഞ്ഞത്.